കേരള സഭയ്ക്ക്, വളരെ പ്രത്യേകമായിട്ട് സീറോ മലബാർ സഭയ്ക്ക്, ആഗോള സഭ സ്പെയിനിൽ നിന്നുള്ള കർമ്മലീത്ത മിഷണറിമാരിലൂടെ നൽകിയ വലിയൊരു സമ്മാനമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി, ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ ഈ മനോഹരമായ ദേവാലയം. 74 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയം കർമ്മലീത്ത വൈദികർ ഈ സെമിനാരിക്കായിട്ട് പണിതുയർത്തിയതാണ്. ഇന്ന് 74 വർഷങ്ങൾ പിന്നിട്ട് പ്ലാറ്റിനം ജൂബിലി വർഷത്തിലായിരിക്കുമ്പോൾ ഈ ദേവാലയം വളരെ മനോഹരമായിട്ട് നവീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മമാണ് ഇന്നിവിടെ നടന്നത്. ഈ ദേവാലയം വൈദിക പരിശീലനത്തിൽ വൈദികാർത്ഥികൾക്ക് വളരെ ഗുണകരമാകുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും മനോഹരമായ ഒന്ന് ഇതിൻ്റെ മദ്ബഹയാണ്. യുക്രൈനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത അമൂല്യമായ മാർബിളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ അൾത്താര ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾ കാണുന്ന ആ സിംഹാസനത്തിൻ്റെ പച്ച നിറത്തിലുള്ള തൂണുകൾ ശുദ്ധമായ മരതക കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൂടാതെ ഈ ദേവാലയത്തിന് മറ്റൊരു മനോഹരമായ ദൃശ്യമെന്ന് പറയുന്നത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ രൂപമാണ്. സെമിനാരി വിദ്യാർത്ഥികൾക്ക് ദൈവവിളി വിവേചിച്ചറിയുവാനും സഭയെ സ്നേഹിക്കുവാനും സഭയെ സ്നേഹിച്ചു വളരുവാനും വലിയ പ്രചോദനം നൽകുകയും മാധ്യസ്ഥം നൽകുകയും ചെയ്യുന്ന ഒരു പ്രതിഷ്ഠയാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റേത്. അതുകൂടാതെ നിങ്ങൾ മുകളിൽ കാണുന്ന അന്ത്യ അത്താഴത്തിൻ്റെ ചിത്രം ഇറ്റാലിയൻ ചിത്രകാരനായ മാരിയോ ബർബരീസ് വരച്ചതാണ്. അത് കൂട്ടായ്മയുടെ അടയാളമായ വിശുദ്ധ കുർബാന ജീവിക്കാനും അത് അർപ്പിക്കാനും വൈദികാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നു. ഈ മദ്ബഹയുടെ ഏറ്റവും മുകളിൽ കാണുന്ന സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രം ഈശോ തിരുപ്പട്ടം നൽകുന്ന ചിത്രമാണ്. അതിലൂടെ സൂര്യപ്രകാശം വരുമ്പോൾ ഈ പുരോഹിതാർത്ഥികളുടെ മനസ്സിലുള്ള പൗരോഹിത്യ സ്വപ്നം പ്രകാശിതമാകുന്നതാണ് ഇവിടുത്തെ അനുഭവം. അതുകൂടാതെ ഈ ദേവാലയത്തിൽ ഇരുവശങ്ങളിലുമായിട്ട് 21 സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രങ്ങളുണ്ട്. അതിൽ 12 അപ്പോസ്തലന്മാരുടെയും വൈദികാർത്ഥികളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട വിശുദ്ധരുടെയും ചിത്രങ്ങളാണ് പതിപ്പിച്ചിരിക്കുന്നത്. അതിലൂടെയുള്ള വിശുദ്ധിയുടെ വീജികൾ ഈ വൈദികാർത്ഥികളെ ആത്മീയമായ തേജസ്സിലേക്ക് നയിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ ദേവാലയത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗമാണ്. ഇതിൻ്റെ മുകൾ നിങ്ങൾ കണ്ടാലറിയാം, ഗോത്തിക് സ്റ്റൈലിലാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നത് തന്നെ. ഉന്നതമായ ഈ ആർച്ചുകളും കമാനങ്ങളും ശരിക്കും മനുഷ്യ മനസ്സിനെ തന്നെ ദൈവത്തിലേക്ക്, ഉന്നതങ്ങളിലേക്ക് നയിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്നതാണ്. അങ്ങനെ പല പ്രത്യേകതകൾ കൊണ്ടും ഈ ദേവാലയം വളരെ അനന്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, 74 വർഷങ്ങൾക്ക് ശേഷം കാലപ്പഴക്കം വന്നതുകൊണ്ട് ചില കേടുപാടുകൾ പരിഹരിക്കേണ്ടതായിരുന്നു. അതാണ് ഇപ്പോൾ പരിഹരിച്ച് പുതുക്കിയിരിക്കുന്നത്. അല്ലാത്ത ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ കാണുന്ന ജനാലകൾ അത് പ്ലെയിൻ ഗ്ലാസ്സുകളായിരുന്നു. ഈ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് അതും സ്റ്റെയിൻഡ് ഗ്ലാസ്സുകളാക്കി മാറ്റിയിരിക്കുന്നത്. മാതാവിൻ്റെ രൂപങ്ങൾ, പ്രതീകങ്ങൾ ആ സ്റ്റെയിൻഡ് ഗ്ലാസ്സിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ആലയത്തിൻ്റെ തറയും തൂണുകളും പഴയ കാലത്ത് വളരെ വിലപിടിപ്പുള്ള മൊസൈക്ക് മാർബിൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. അതെല്ലാം വളരെ പോളിഷ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ മേൽക്കൂര മുതൽ അടിത്തറ വരെ പൂർണ്ണമായും സംരക്ഷണം ലഭിക്കുന്ന വിധത്തിൽ നവീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നവീകരണ ശുശ്രൂഷ ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇന്ന് ഈ സെമിനാരിയുടെ ദേവാലയം വൈദിക പരിശീലനത്തിനായി വീണ്ടും തുറന്നു കൊടുക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒത്തിരിയേറെ വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ഈ ആലയം വലിയ പ്രേക്ഷിത തീഷ്ണതയുടെ, വിശാലമായ കാഴ്ചപ്പാടിൻ്റെ, സത്യത്തിൻ്റെയും നീതിയുടെയും ജീവിതത്തിൻ്റെ ഉറവിടമായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇന്നത്തെ ഈ കർമ്മം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് നടത്തിയത്. മറ്റ് 9 പിതാക്കന്മാർ സഹകാർമ്മികരായിട്ടുണ്ടായിരുന്നു. അതുപോലെ 100ഓളം വൈദികരും ചേർന്നാണ് ഇന്ന് ഈ കർമ്മം നിർവഹിച്ചത്. അതുപോലെ 1000ഓളം വിശ്വാസികളും സന്യാസിനികളും ഈ കർമ്മത്തിൽ ഇന്ന് പങ്കെടുത്തു. ദൈവത്തിന് സ്തുതി.